ക്ലോഡിൽ സ്കില്ല് എന്ന് പറഞ്ഞൊരു പവർഫുൾ ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചറിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യും വിത്ത് എക്സാമ്പിൾ. എങ്ങനെയാണ് ഒരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യുക, ആ സ്കില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 80% ജോബ് നിങ്ങൾക്ക് എന്താവും, കുറഞ്ഞു കിട്ടും. അതായത് പ്രോംപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനാണ് ആക്ച്വലി സ്കില്ല് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ ഇൻട്രൊഡക്ഷൻ അധികം നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ക്ലോഡിൽ സ്കില്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടാസ്ക് നിങ്ങൾക്ക് ചെയ്യണം. അത് എപ്പോഴും ഓൾമോസ്റ്റ് റിപ്പീറ്റേറ്റീവ് ടാസ്ക് ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പ്രോംപ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ എന്ത് കിട്ടും, റിസൾട്ട് കിട്ടിയിട്ട് അത് അപ്ലൈ ആണ് ചെയ്യുക. പക്ഷെ സ്കില്ല് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫയലാണ്. ഓക്കെ, ഒരു മാർക്ക് ഡൗൺ ഫയൽ. ആ ഫയലിൽ നമ്മൾ കുറച്ച് റൂൾസ് അവിടെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് റൂൾസ് സെറ്റ് ചെയ്യും. ആ റൂൾസിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ ഒരു പർട്ടിക്കുലർ ഫ്രേസ് അല്ലെങ്കിൽ ട്രിഗേഴ്സ് എന്ന് പറയും. ആ ട്രിഗേഴ്സ് അവിടുന്ന് വരുവാണെങ്കിൽ, ട്രിഗേഴ്സ് നമ്മൾ ട്രിഗർ ചെയ്യുവാണെങ്കിൽ ഈ പർട്ടിക്കുലർ സ്കില്ല് യൂസ് ചെയ്തിട്ട് അതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടായിരിക്കണം എനിക്ക് റെസ്പോൺസ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ആവേണ്ടതെന്നാണ് നമ്മളത് എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ആക്ച്വലി ഒരു സ്കില്ല് എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്കില്ല് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ക്ലോഡിലേക്ക് സൈൻ ഇൻ ചെയ്യുക. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പ് ആപ്പാണ് ക്ലോഡിൻ്റെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് UI യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഈ സെക്ഷനിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് സ്കിൽസ് എന്ന് പറഞ്ഞൊരു ടാബ് കാണും. ആ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ബൈ ഡിഫോൾട്ട് ആന്ത്രോപ്പിക്കിൻ്റെ തന്നെ ഒരു സ്കിൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്കിൽ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേർപ്പസിന് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്കിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും, പിന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽസ് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ബ്രൗസ് സ്കിൽസ് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പല കമ്പനീസും പാർട്ട്നേഴ്സും ക്രിയേറ്റ് ചെയ്ത ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് എന്താണ്, പുതിയൊരു സ്കിൽ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ക്രിയേറ്റ് സ്കില്ല് പോവാം. ക്രിയേറ്റ് വിത്ത് ക്ലോഡ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മാനുവലി സ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ അടുത്തൊരു സ്കിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് വിത്ത് ക്ലോഡാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആവും. ലെറ്റ്സ് ക്രിയേറ്റ് എ സ്കിൽ ടുഗദർ യൂസിങ് സ്കിൽ ക്രിയേറ്റർ സ്കിൽ. ഫസ്റ്റ് ആസ്ക് മീ വാട്ട് ദി സ്കിൽ ഷുഡ് ഡു. അപ്പോൾ അത് ഞാൻ എൻ്റർ എടുത്തു. എന്നിട്ട് ക്ലോഡ് നമ്മളോട് ചോദിക്കുകയാണ് എന്ത് സ്കില്ലാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു റിയാക്ടിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഡെവലപ്പേഴ്സും അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ തോന്നിയുള്ള സ്റ്റൈൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് മെത്തേഡ്സിന് പാസ്കൽ കേസ്, ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ക്യാമൽ കേസ്, ഈ ഒരു സ്റ്റൈൽ കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ പ്രോജക്റ്റിൽ എല്ലാ റിയാക്റ്റിൻ്റെ കോമ്പണൻസ് അല്ലെങ്കിൽ റിയാക്റ്റിൻ്റെ ഫയൽസും എനിക്ക് സ്റ്റൈൽ കൺസിസ്റ്റൻ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പ്രോംപ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഐ ഹാവ് എ റിയാക്ട് പ്രോജക്റ്റ്, മെനി ഡെവലപ്പേഴ്സ് വർക്കിംഗ് ടുഗദർ ഓൺ ഇറ്റ്, ഈച്ച് ഓഫ് ദം ഫോളോ ദെയർ ഓൺ കോഡിംഗ് സ്റ്റൈൽ. ഫോർ ഇൻസ്റ്റൻസ്, someone use camel case for methods, others use Pascal. I want all dev should use consistent coding style. ഞാനിത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ക്ലോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും സ്കില്ലിൻ്റെ ഫയൽ ജനറേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മാനുവലി ചെയ്യുമ്പോൾ അത് കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്, നമ്മൾ പലതും ഇങ്ങനെ മെൻഷൻ ചെയ്യണം. അപ്പം ക്ലോഡിന് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. അപ്പം ഇവിടെ
എന്താണ് ചോദിക്കുന്നത്? വാട്ട് നെയിമിംഗ് കൺവെൻഷൻ ഷുഡ് ബി എൻഫോഴ്സ്ഡ് ഫോർ ഈച്ച് ഐഡൻറ്റിഫയർ ടൈപ്പ്. അപ്പോൾ ഞാൻ ക്യാമൽ കേസ് ഫോർ വാർസ് ഫങ്ഷൻസ്, പാസ്കൽ കേസ് ഫോർ കോമ്പണൻസ് ക്ലാസ്സസ് അത് സെലക്ട് ചെയ്തു. വാട്ട് ഷുഡ് ബി സ്കിൽ ആക്ച്വലി പ്രൊഡ്യൂസർ ടു റിവ്യൂ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി റീറൈറ്റ് ജനറേറ്റ് ലിൻഡ് ബോത്ത് റിവ്യൂ. ഓക്കെ, ബോത്ത് റിവ്യൂ പ്ലസ് ഓട്ടോഫിക്സ് അത് കൊടുത്തു. ഷുഡ് ടെസ്റ്റ് കേസസ് ബി സെറ്റപ്പ് ടു വെരിഫൈ ദി സ്കിൽ? ഇപ്പോൾ വേണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ക്ലോഡ് നമ്മളോട് ചോദിച്ചു, ഞാനത് ആൻസർ ചെയ്തു. ഇനി ക്ലോഡ് നമുക്ക് എന്ത് തരും? സ്കില്ല് ജനറേറ്റ് ചെയ്യും. പിന്നെ വേറെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഷുഡ് ദി സ്കിൽ ഓൾസോ എൻഫോഴ്സ് എ കൺവേർഷൻ ഫോർ ഫയൽ നെയിമിംഗ്? ഫയൽ നെയിമിംഗ് ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, ഓൺലി കോഡ് ഐഡൻറ്റിഫയേഴ്സ്. ഓക്കെ, വാട്ട് അബൌട്ട് കോൺസ്റ്റൻസ്? കോൺസ്റ്റൻസിന് എനിക്ക് അപ്പർ സ്നേക്ക് കേസ് വേണം. ഓക്കെ, അപ്പം അത് കൊടുത്തിട്ടുണ്ട്. ക്ലോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിൽ ഡയറക്ടറി, ചെക്കിംഗ് പാക്കേജ് സ്കിൽ. ഓക്കെ, അത്രയും ചെയ്തു. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, അതുകൊണ്ടാണ് ഇവിടെ നൗ ലെറ്റ് മീ ബിൽഡ് ദി സ്കിൽ. ഓക്കെ, അപ്പോൾ ഫയലിൻ്റെ പേര് skill.md ആയിരിക്കും. അപ്പോൾ MD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മാർക്ക് ഡൗൺ ഫയൽസ് ആണ്. അപ്പം അതിലായിരിക്കും ഓരോ സ്കില്ലിൻ്റെ ഡീറ്റെയിൽസും അവർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ സ്കില്ല് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. ഈ ഒരു സ്കില്ലിൽ ഞാൻ എൻഫോഴ്സ് ചെയ്യുന്നത് നെയിമിംഗ് കൺവെൻഷനും മാത്രമാണ്. വേറെ എന്താ പറയുക, ഫയൽ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് സ്കോപ്പാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ വേരിയബിൾസ്, ഫങ്ഷൻസ് ഓർ മെത്തേഡ്സ് അതെല്ലാം ക്യാമൽ കേസിലായിരിക്കണം. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയാക്ട് കോമ്പണൻസ് പാസ്കൽ കേസ് ആയിരിക്കണം. കോൺസ്റ്റൻസ് അപ്പർ സ്നേക്ക് കേസ് ആയിരിക്കണം ഈ ഒരു രീതിയിൽ. പിന്നെ CSS ക്ലാസ് നെയിം കബാബ് കേസ് ഈ ഒരു രീതിയിലായിരിക്കണം വേണ്ടതെന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കില്ല്. ഈ സ്കിൽ ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ പേര് റിയാക്ട് നെയിമിംഗ് കൺവെൻഷൻ. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ സേവ് സ്കില്ല്, ഇവിടെ മെസ്സേജ് വരും സ്കിൽ സേവ്ഡ്. അപ്പം സേവ് ചെയ്ത സ്കില്ല് നിങ്ങൾക്ക് എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും? ഇവിടെ കസ്റ്റമൈസ് പോയി കഴിഞ്ഞ് സ്കില്ല് പോയി കഴിഞ്ഞാൽ റിയാക്ട് നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതാണ് skill.md. ഇവിടെയാണ് നമ്മൾ ആക്ച്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ റെഫറൻസസ് കാണാൻ പറ്റും. റെഫറൻസസിൽ ഇത് റെഫർ ചെയ്യണം എന്ന് പറയുവാണ്. ഈ സ്കില്ലിൻ്റെ അകത്ത് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു പാത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതുണ്ടോ? സി റെഫറൻസസ് convention.md ഫോർ എഡ്ജ് കേസസ്, ഇനം നമ്പേഴ്സ്, ബൂളിയൻ ഫ്ലാഗ്സ്, പ്രൈവറ്റ് ഫീൽഡ്, ഡീസ്ട്രക്ചർ ജെറംസ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് നമ്മളിവിടെ ഈ ഒരു conventions.md എന്നുള്ള മാർക്ക് ഡൗൺ റെഫറൻസിൻ്റെ ഫോൾഡറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലോഡ് ഒരു കാര്യം നമ്മൾ പറയുമ്പം ഇതും കൂടി റെഫർ ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇത് പൈത്തൺ സ്പെസിഫിക് ആണ് എഴുതിയത്. ഓക്കെ, സ്ക്രിപ്റ്റ് എവിടെയാണ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സ്ക്രിപ്റ്റ് ഇത് ചിലപ്പം ക്ലോഡിന് ഇൻറ്റേർണലി റൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും. ഇതെനിക്കറിയില്ല ഇതിനെപ്പറ്റി. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്തിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്യണ്ടേ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റിയാക്ട് ഫയൽ ചോദിക്കാം. ഓക്കെ, സോ give me a messy react file which doesn't follow any naming convention. ഓക്കെ, അപ്പോൾ ഇവിടെ നെയിമിംഗ് കൺവെൻഷൻ ഒന്നും ഫോളോ ചെയ്യാത്ത ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഇവിടെ കോപ്പി ചെയ്തു, പ്രിവ്യൂ കാണിക്കുന്നില്ല. എന്നിട്ട് VS കോഡ് പോയിട്ട് ഞാനത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫങ്ഷൻ ഗെറ്റ് യൂസർ ലിസ്റ്റ്. ഈ ഒരു ഫംഗ്ഷൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ അവിടെ സ്നേക്ക് കേസ് ആണ്. പക്ഷെ നമ്മളുടെ MDയിൽ
സ്കില്ലിൽ നമ്മൾ മെൻഷൻ ചെയ്ത് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻ നെയിം, ഫങ്ഷൻ വേരിയബിൾസ് ഫങ്ഷൻസ് ക്യാമൽ കേസ് ആയിരിക്കണം, പക്ഷെ ഇവിടെ സ്നേക്ക് കേസ് ആണ് ഫോളോ ചെയ്തത്. പിന്നെ പ്രൊഡക്റ്റ് കാർഡ്, ഇത് കോമ്പണൻറ്റിൻ്റെ നെയിമാണ്. പ്രൊഡക്റ്റ് കാർഡ് ഇവിടെ അതും സ്നേക്കിലാണ് കൊടുത്തത്, പക്ഷേ നമുക്ക് പാസ്കലാണ് വേണ്ടത്. അതാണ് റിയാക്ട് കോമ്പണൻറ്റ് ഷുഡ് ബി കൺവെൻഷൻ ഷുഡ് ബി പാസ്കൽ. പിന്നെ ഏതെങ്കിലും കോൺസ്റ്റൻ്റ് ഉണ്ടോ? 3 കോൺസ്റ്റൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് സ്നേക്ക്, ഒന്ന് പാസ്കൽ, പിന്നെ സ്നേക്ക്. പക്ഷേ അതെല്ലാം അപ്പർ സ്നേക്ക് കേസിലാണ് വേണ്ടതെന്നാണ് നമ്മളിവിടെ സ്കില്ലിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് പുതിയൊരു ചാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഞാൻ സ്കില്ല് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് പുതിയ ചാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് പറയും, സ്ലാഷ് റിയാക്ട് നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യും. അപ്പോൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ക്ലോഡിൽ സേവ് ചെയ്തിരിക്കുന്ന സ്കില്ല് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ചെയ്യുന്നതിന് പകരം ഞാൻ ഫസ്റ്റ് കോഡ് പേസ്റ്റ് ചെയ്യും. കോഡ് പേസ്റ്റ് ചെയ്തതിൻ്റെ താഴെ എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യാൻ പറയും, റിയാക്ട് നെയിമിംഗ് കൺവെൻഷൻസ് യൂസ് ചെയ്യാൻ പറയും. ഓക്കെ, ഇവിടെ അപ്ലൈ പ്രോപ്പർ നെയിമിംഗ് കൺവെൻഷൻ ഇങ്ങനെ കൊടുക്കും, എൻ്റർ അടിക്കും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം എങ്ങനെ വരുന്നത്. അപ്പം നെയിമിംഗ് കൺവെൻഷൻ ഇവിടെ റീഡ് ചെയ്യും. ഇവിടെ കാണാൻ പറ്റുന്നില്ല, റീഡ് നെയിമിംഗ് കൺവെൻഷൻ സ്കില്ല്. അപ്പോൾ അത് റീഡ് ചെയ്തു. റീഡ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണോ ഡിഫൈൻ ചെയ്ത് ആ രീതിയിൽ നമുക്ക് ഈ ഒരു ഫയൽ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഓൾ ദി ചേഞ്ചസ് മെയ്ഡ് ഹിയർ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സമ്മറി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോപ്പി ചെയ്തിട്ട് VS കോഡിൽ പുതിയൊരു ഇത് ചെയ്യാം, സാമ്പിൾ .jsx എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ കണ്ടോ ഇവിടെ ചേഞ്ചസ് കണ്ടോ, കോൺസ്റ്റൻ്റ് എല്ലാം അപ്പർ സ്നേക്ക് കേസിലേക്ക് മാറി. പിന്നെ ഫങ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ്സിൻ്റെ നെയിം ക്യാമൽ കേസിലേക്ക് മാറി, കോമ്പണൻറ്റിൻ്റെ നെയിം പാസ്കൽ കേസിലേക്ക് മാറി, ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ മാറി. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി ഒരു സ്കില്ലിൻ്റെ ഗുണം. ഇങ്ങനത്തെ സ്കില്ല് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ സ്കില്ല് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഈ സ്റ്റൈലിംഗ് കൺവെൻഷനൊക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് നെയിമിംഗ് കൺവെൻഷൻ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഇത് സ്റ്റൈൽ ഗൈഡ് എന്നുണ്ട്, ഗൂഗിളിൻ്റെ ഒക്കെ സ്റ്റൈൽ ഗൈഡ് കിട്ടും, അല്ലെങ്കിൽ എയർബിഎൻബിൻ്റെ സ്റ്റൈൽ ഗൈഡൊക്കെ കിട്ടും, JS സ്പെസിഫിക് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു സാധനത്തിന് ബേസായിട്ട് എൻ്റെ കോഡ് സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സ്കില്ലിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെഫറൻസസിൽ നിങ്ങൾക്ക് ഈ ഒരു എയർബിഎൻബിൻ്റെ സ്റ്റൈൽ ഗൈഡ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് പോയിട്ട് അതും കൂടി റെഫറൻസ് എടുത്തിട്ട് ആയിരിക്കും നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ സ്കില്ലിൻ ഇൻ ക്ലോഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത്, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ കിട്ടും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓഫീസിലും കാര്യങ്ങളൊക്കെ റിപ്പീറ്റേറ്റീവ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിൽ ആഡ് ചെയ്യുക. സ്കിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാവും. പിന്നെ ഇവിടെ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ക്ലോഡിൻ്റെ കോവർക്ക് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, VS കോഡ് പോലെ ഇത് സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ VS കോഡ് നിങ്ങൾ കോഡ് എഡിറ്റർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലിപ്പം കോപ്പൈലറ്റ് ഉണ്ടെങ്കിൽ കോപ്പൈലറ്റിൻ്റെ instructions.md എന്ന് പറഞ്ഞാൽ അതിലാണ് സ്കിൽ ആഡ് ചെയ്യുക. അപ്പം കോപ്പൈലറ്റിനെ റീഡ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലോഡിൻ്റെ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ സ്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നുമില്ല ഡയറക്ടറി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫയല് ഇമ്പോർട്ട് ചെയ്യണം, എന്നിട്ട് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തണം. പക്ഷെ ക്ലോഡ് കോഡിലാണെങ്കിൽ ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലോഡിൻ്റെ പല കമാൻഡുകളും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് സ്കില്ല് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേറെ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. കോവർക്ക് പെയ്ഡാണ്, അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്ഗ്രേഡ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ ഒരു 2000 റുപ്പീസൊക്കെ പെർ മന്ത് വരും. അപ്പം അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്കില്ല്. നിങ്ങളുടെ പ്രോംപ്റ്റ് റിപ്പീറ്റഡ് ടാസ്കിലുള്ള പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഫയൽ സൂക്ഷിക്കുന്നു.
എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ആ സ്കില്ല് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ക്ലോഡിനോട് കാര്യം പറയുന്നു, അത് റീഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് റെസ്പോൺസ് തരുന്നു. അത്രയേ ഉള്ളൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് കാണുന്നതായിരിക്കും. അതുവരെ ബൈ.